Hi all, welcome to the pharmacology class of antifungal and antiviral drugs. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ആന്റിഫംഗലിന്റെയും ആന്റിവൈറൽ ഡ്രഗ്സിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, അതേപോലെ തന്നെ അതിന്റെ കെമിസ്ട്രി എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്റിഫംഗൽ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻസും അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെയാണ്. ഓക്കെ, സോ ഈ ആന്റിഫംഗൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ടോപ്പിക്കൽ അല്ലെങ്കിൽ ഡീപ് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഇത് ആന്റിഫംഗൽ എന്ന് പറയുന്നത്. ആന്റിഫംഗൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിന്റെ കെമിസ്ട്രിയും അതേപോലെ തന്നെ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മെയിൻലി 5 ക്ലാസിഫിക്കേഷൻസ് ആണ് ഇതിലുള്ളത് ഈ ആന്റിഫംഗൽ ഡ്രഗ്സിൽ വരുന്നത്. നമുക്കിനി ഓരോ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ആന്റിഫംഗൽ ഡ്രഗ്സ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആന്റിഫംഗൽ ആന്റിബയോട്ടിക്സ് ആയിട്ടാണ്. അതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പോളീൻസ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എക്കിനോകാൻഡിൻസ് എന്ന് പറയുന്നത്, ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഏത് ഹെട്രോസൈക്ലിക് ബെൻസോഫ്യൂറാൻ എന്ന് പറയുന്നത്. ഇനി ഈ പോളീനിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഏതൊക്കെ ആംഫോട്രസിൻ ബി, നിസ്റ്റാറ്റിൻ ആൻഡ് ഹാമിസിൻ എന്ന് പറയുന്നത്. എക്കിനോകാൻഡിൻസ് ആണ് നമ്മൾ ക്ലിനിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആന്റി ഫംഗൽ ഡ്രഗ് എന്ന് പറയുന്നത്, വിച്ച് ഇൻക്ലൂഡ് ദി കാസ്പോഫഞ്ചിൻ, മൈക്കാഫഞ്ചിൻ ആൻഡ് ആനിഡുലാഫഞ്ചിൻ. ഹെട്രോസൈക്ലിക് ബെൻസോഫ്യൂറാനിൽ വരുന്നതാണ് ഗ്രൈസിയോഫൾവിൻ എന്ന് പറയുന്ന ഡ്രഗ്. ഇനി നെക്സ്റ്റ് ക്ലാസ് ഓഫ് ആന്റി ഫംഗൽ ഇൻക്ലൂഡ്സ് ദി ആന്റി മെറ്റബോളൈറ്റ്. അതിൽ വരുന്നതാണ് ഫ്ലൂസൈറ്റോസിൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ഫംഗൽ ഡ്രഗ്സ് ആണ് അസോൾസ് എന്ന് പറയുന്നത്. ഈ അസോൾസ് ആണ് നമ്മൾ ടോപ്പിക്കൽ ഇൻഫെക്ഷൻസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ആന്റി ഫംഗൽ ഡ്രഗ് എന്ന് പറയുന്നത്.